ഗണേശം പരമഗുണയുതം ധ്യാനസംസ്ഥം ത്രിനേത്രം ഏകം ദേവം ത്വനേകം പരമസുഖയുതം ദേവം പ്രസന്നം ശുണ്ഡാദണ്ഡാഢ്യ ഗണ്ഡോദ്ഗളിത മദജലോല മത്താളിമാലം ശ്രീമന്തം വിഘ്നരാജം സകല സുഖകരം ശ്രീഗണേശം നമാമി ശ്രീഗണേശം നമാമി. ഗോപാല
ശേഷഗിരിയെ ഉയർത്തുവാൻ കൂർമ്മമായി സൂകരരൂപം പൂണ്ടു ഭൂമിയെ പാലിക്കാൻ ഹിരണ്യാക്ഷനെ ഹനിക്കാൻ നരബലി രൂപമായി മാബലി മന്നനോട് വാമന രൂപം പൂണ്ട് 3 അടി ഭൂമിദാനം ചോദിച്ചു വിഷ്ണുദേവൻ. മാബലി മന്നൻ നൽകി ചോദിച്ചതെല്ലാം ക്ഷണം വാനോളം ഉയർന്നുടൻ വാമനരൂപൻ കൃഷ്ണൻ. വിണ്ണും മണ്ണും അളന്ന് 2 അടി കൊണ്ട് ദേവൻ 3-ാം ചുവടു ബലിതൻ ശിരസിൽ പതിച്ചു ക്ഷണം പാതാളലോകി പോകാൻ മൗനികളായി നിന്നു ഭാരം കൊടിയ നേരം മാബലിയാശിച്ചൻ കേരള ഭൂതലേശൻ പ്രജകളെ കാണുവാനായി ആവണി മാസ തിരുവോണ നാളിൽ പോരാൻ സാദരമനുവാദം നൽകിടേണം ദേവാ. മാബലി മന്നൻ പോരും നാളിതു മംഗമാരെ ആമോദം കൈകൾ കോർത്തു പാടിയാടിടാം പോരും. ആമോദം കൈകൾ കോർത്തു പാടിയാടിടാം പോരും. കുമ്മിയടിച്ചിടാം കൂട്ടുകാരെ പോരിൻ കുന്തള നാട്ടിലെ മംഗമാരെ. കുമ്മിയടിച്ചിടാം കൂട്ടുകാരെ പോരിൻ കുന്തള നാട്ടിലെ മംഗമാരെ. കാർത്തിയും നീലിയും നങ്ങിലി മങ്കയും പാണികൾ കൊട്ടിക്കൊണ്ടാടിടാമേ. കാർത്തിയും നീലിയും നങ്ങിലി മങ്കയും പാണികൾ കൊട്ടിക്കൊണ്ടാടിടാമേ. ഹിമവാന്റെ പുത്രിയായി വന്നു പിറന്നു പാർവതി കുഞ്ഞുദേവി മനോഹരി കുമളങ്കിയായി. പണ്ട് തൊട്ടേ ശിവഭക്തി കൊണ്ട് നടന്നവൾക്ക് ശിവപത്നിയായി മാറാൻ മോഹമുദിച്ചു. അതിനായി ഏറ്റവൃതമൊന്നെടുത്ത് തപസിന മക്കലം ധരിച്ച് കടയേറിപ്പോകിനാൽ അമ്മ വീരഭയത്തോടെ കരഞ്ഞു പറഞ്ഞിരുന്നു വേദപുത്രിമാരിടുക നീ മനസാലെ. നീയോ നല്ല ചേലൊത്തവൾ സുന്ദരി കുമാരിയല്ലേ പിന്നെ വേണോ ഭസ്മധാരിയാമൊരുവനെ. കോപം കൊണ്ട് പാർവതി ജ്വലിച്ചു തീക്ഷണമായി നോക്കി മുന്നിൽ നിന്ന് പോകാവേഗം ഞാൻ ശിവശക്തി. അത് കേൾക്കെ മഹാദേവൻ മന്ദഹാസം ചൊരിയവേ മുനിവേഷം മാറി ശിവൻ പ്രത്യക്ഷനായി. കണ്ണിറഞ്ഞു പാർവതിയും കടലിനൊഴുകപ്പോൾ പകലിനു നമസ്കരി ശരീരമേ. ദേവഗണം ഭാരങ്ങളും പാട്ടുമായി ആഘോഷിച്ചിരുന്നേ കല്യാണ നേരമായി. അതികന്റെ മാതിയായി ജഗദേവി സുന്ദരമി ലോകരക്ഷ ചെയ്തിടുവാൻ സാധിച്ചിരുന്നേ. ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സുദർശായ മംഗളം ചന്ദനായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം ജഗത്ശിവായ മംഗളം നമഃ ശിവായ മംഗളം. മംഗളം